മോർണിംഗ് സ്റ്റുഡൻസ്. റിവിഷൻ 2021 ഫോർത്ത് സെമസ്റ്റർ പേപ്പറായിട്ടുള്ള 4181 ഹിസ്റ്ററി ഓഫ് ആർക്കിടെക്ചറിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് ഈ വീഡിയോ കവർ ചെയ്യുന്നത്. റിവിഷൻ 2021 സ്കീം ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത് 75 മാർക്സിലാണ്. അതിൽ പാർട്ട് എ വരുന്നത് 1 മാർക്കിൻ്റെ 9 ക്വസ്റ്റ്യൻസ് ആൻഡ് പാർട്ട് ബിയിൽ വരുന്നത് 10 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 8 ആൻസർ ചെയ്താൽ മതി. നമ്മൾ ചൂസ് ചെയ്തിട്ട് 8 ആൻസർ ചെയ്താൽ മതി. പിന്നെ പാർട്ട് സിയിൽ 6 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 7 മാർക്സിൻ്റെ 6 ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ 6 ഓർ ക്വസ്റ്റ്യൻസിൽ 12 ക്വസ്റ്റ്യൻസിൽ 6 ആൻസർ ചെയ്യേണ്ട രീതിയിലേക്കാണ് വരുന്നത്. നമ്മൾ ടോട്ടൽ 75 മാർക്സ്. വാട്ട് ഈസ് മെൻ ബൈ ചൈത്യ ഹാൾ? വർഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഏതൊരു സ്പേസിന് ചൈത്യ അല്ലെങ്കിൽ ചൈത്യ ഹാൾ എന്ന് പറയും. ഇത് കോമൺലി ബുദ്ധിസത്തിലാണ് ഈ ഒരു ടേം ചൈത്യ എന്ന് പറഞ്ഞിട്ടുള്ള ടേം യൂസ് ചെയ്തത്. പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഏതൊരു സ്പേസിനും, അതിപ്പോൾ ഒരു ടെമ്പിൾ ആണെങ്കിലും ചർച്ച് ആണെന്നുണ്ടെങ്കിലും പള്ളിയാണെന്നുണ്ടെങ്കിലും എന്തിനേയും ചൈത്യ എന്ന് പറയാം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് പല്ലവ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ അല്ലെങ്കിൽ പല്ലവ സ്റ്റൈലിന് 2 എക്സാമ്പിൾസ് കൊടുക്കാം. ഈ പല്ലവ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഡ്രാവിഡിയൻ ആർട്ട് ആൻഡ് ആർക്കിടെക്ചറിൻ്റെ ഒരു ഏർലി സ്റ്റേജാണ് ഈ പല്ലവ സ്റ്റൈൽ എന്ന് വരുന്നത്. ഇതിൽ ബോത്ത് റോക്കട്ടായിട്ടുള്ള സ്ട്രക്ചേഴ്സും റോക്കട്ടായിട്ടുള്ള ടെമ്പിൾസും സ്ട്രക്ചറലായിട്ടുള്ള ടെമ്പിൾസും ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ മേജറായിട്ടുള്ള 2 എക്സാമ്പിൾസാണ് മഹാബലിപുരമുള്ള ഷോർ ടെമ്പിളും കാഞ്ചീപുരത്ത് കാഞ്ചി കൈലാസനാഥ ടെമ്പിളും. ഇത് കൂടാണ്ട് മഹാബലിപുരത്ത് പഞ്ചരദാസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെമ്പിളും കൂടിയുണ്ട് പല്ലവ സ്റ്റൈലിലുള്ളത്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ വാട്ട് ഈസ് അറബിസ്ക്? അറബിസ്ക് പറഞ്ഞാൽ ഇസ്ലാമിക് ആർട്ട് ആൻഡ് ആർക്കിടെക്ചറിൽ ഒരു ഡെക്കറേറ്റീവ് എലമെൻ്റായിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു സംഭവമാണ് അറബിസ്ക്. ഇതിലെന്താ വെച്ചാൽ കുറേ ലൈൻസും പാറ്റേൺസും കേർവ്ഡായിട്ടുള്ള ലൈൻസും ഒക്കെ കൂടി കമ്പൈൻ ചെയ്തിട്ടൊരു പാറ്റേൺ ഫോം ചെയ്യണ ഒരു ഡെക്കറേഷനാണ് അറബിസ്ക് എന്ന് പറഞ്ഞത്. ഇത് വാൾസിലും ഫ്ലോർസിലും ഒക്കെ ആയിട്ട് കാണാം. അടുത്തത് വാട്ട് വാസ് ദ മേജർ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ഓഫ് ഇസ്ലാമിക് ബിൽഡിങ്സ്? ഇസ്ലാമിക് ബിൽഡിങ്സിൽ യൂസ് ചെയ്തിരുന്ന മേജർ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ഏതൊക്കെയാണ് ചോദിക്കുന്നത്. അതിൽ മെയിനായിട്ട് റബിൾ വരുന്നുണ്ട്, പിന്നെ ലൈം മോർട്ടറായിട്ടും യൂസ് ചെയ്തിരുന്നു, പിന്നെ ലൈമിൻ്റെ കേസിങ്സ് സ്റ്റോണിന് കേസിംഗ് ആയിട്ട് കൊടുക്കാൻ ലൈം യൂസ് ചെയ്തിരുന്നു. പിന്നെ സ്റ്റോൺസ് വരുമ്പം സാൻഡ് സ്റ്റോണ്, മാർബിൾ, ഗ്രാനൈറ്റ്, പിന്നെ ക്വാർട്ട്സൈറ്റൊക്കെ യൂസ് ചെയ്തിരുന്നു സ്റ്റോൺസ് ആയിട്ട്. ടൈൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ലൈക്ക് ഈ ഫസാഡ്സിലൊക്കെ ഭയങ്കര ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് പല കളേഴ്സിലുള്ള പോളിക്രോം ടൈൽസ് യൂസ് ചെയ്തിരുന്നു. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ വരുന്നത് സ്ക്വീൻ സിസ്റ്റം ഈസ് എ സ്ട്രക്ചറൽ മെത്തേഡ് കോമൺലി യൂസ്ഡ് ഇൻ ഇസ്ലാമിക് സ്ട്രക്ചേഴ്സ്. വാട്ട് ഈസ് ഇറ്റ് യൂസ്ഡ് ഫോർ? സ്ക്വീൻ സിസ്റ്റം എന്താണ് അല്ലെങ്കിൽ അത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഈ സ്ക്വീൻജസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു സർക്കുലർ ബേസുള്ള ഒരു ഡോമിനെ ഒരു സ്ക്വയർ അല്ലെങ്കിൽ പോളിഗണലായിട്ടുള്ള ഒരു സ്പേസിൻ്റെ മുകളിലേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡയറക്റ്റ് അത് അതിലേക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ സർക്കുലർ ബേസിനെ ആ സ്ക്വയർ ഇതിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു ടെക്നിക്കാണ് ഈ സ്ക്വീൻജസ് എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സ്ക്വയറിന് നമ്മളൊരു ഒക്ടഗണായിട്ട് കൺവേർട്ട് ചെയ്യും. ഒക്ടഗണായിട്ട് കൺവേർട്ട് ചെയ്യുമ്പം ഈ സ്ക്വയറിൻ്റെ കോർണേഴ്സിൽ കൊടുത്തിരുന്ന ഒരു എലമെൻ്റാണ് സ്ക്വീൻസ് എന്ന് വെച്ചാൽ അതിനെ ഒക്ടഗണിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു എലമെൻ്റാണ് സ്ക്വീൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം വാട്ട് ഈസ് ആർക്കിട്രേവ്? ക്ലാസിക്കൽ ആർക്കിടെക്ചറിൽ ഈ ആർക്കിട്രേവ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ഈ കോളത്തിൻ്റെ ക്യാപിറ്റലിൻ്റെ മുകളിൽ റെസ്റ്റ് ചെയ്യണ ലിൻഡൽസിനെ അല്ലാന്നുണ്ടെങ്കിൽ ബീമിനെ പർട്ടിക്കുലറായിട്ട് വിളിച്ചിരുന്ന പേരാണ് ആർക്കിട്രേവ്. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ലിസ്റ്റ് ഔട്ട് എനി 2 പബ്ലിക് സ്ട്രക്ചേഴ്സ് ഓഫ് ആൻഷ്യൻ റോം. നമുക്കറിയാം റോമിൽ പല പബ്ലിക് സ്ട്രക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ മെയിനായിട്ട് വരുന്നതായിരുന്നു റോമൻ ബാത്ത്, ആംഫി തിയേറ്റേഴ്സ്, സർക്കസ്, ടെമ്പിൾസ്. പിന്നെയാണ് ടെമ്പിൾസ് കൺവേർട്ടായിട്ട് ചർച്ചസും കാര്യങ്ങളൊക്കെ ആയിട്ട് മാറുന്നത്. അതിൽ 2 എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത്. സോ അതിൽ റോമൻ ബാത്ത് വിടും, ആംഫി തിയേറ്റേഴ്സ്, ടെമ്പിൾസ്, ചർച്ചസ് ഒക്കെ എഴുതാം.
ഇനി 8th ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ഈസ് മെൻഡ് ബൈ സെക്സ്പാർട്ടേറ്റ് വോൾട്ട്. ഈ ഗ്രീക്ക് ആർക്കിടെക്ചറിലാണെന്നുണ്ടെങ്കിലും റോമനിലാണെന്നുണ്ടെങ്കിലും ഗോത്തിക്കിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ വോൾട്ട് ഭയങ്കരമായിട്ടുള്ളൊരു എലമെൻ്റ് ആയിരുന്നു. അപ്പോൾ ഈ റോമിലോട്ട് എത്തിയപ്പോഴാണ് ഈ ബാരൽ വോൾട്ടും കാര്യങ്ങളൊക്കെ കൺവേർട്ടായിട്ട് റിബ്ഡ് വോൾട്ടും ഗ്രോയിൻ വോൾട്ടൊക്കെ ആവുന്നത്. അപ്പം ഈ റിബ്ഡ് വോൾട്ടിൻ്റെ ഒരു ഡെവലപ്ഡ് വേർഷൻ ആയിരുന്നു ഈ സെക്സ്പാർട്ടേറ്റ്. ഈ സെക്സ്പാർട്ടേറ്റ് ഉണ്ട്, ക്വാഡ്രിപ്പാർട്ടേറ്റ് ഉണ്ട്. ഈ സെക്സ്പാർട്ടേറ്റ് എന്ന് പറയുമ്പോൾ 3 ട്രാൻസ്വേഴ്സ് റിബ്സും 2 ഡയഗണൽ റിബ്സും വെച്ചിട്ട് ഒരു വോൾട്ടിനെ 6 1 2 3 4 5 6 6 ഡിവൈഡ് ചെയ്യണ വോൾട്ട്, അതിനാണ് എന്ത് സെക്സ്പാർട്ടേറ്റ് അല്ലെങ്കിൽ 6 പാർട്ടേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വോൾട്ട് എന്ന് പറയുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ആർ ദ 3 മെയിൻ സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് ഇൻട്രൊഡ്യൂസിങ് ഗോത്തിക് ആർക്കിടെക്ചർ. ഗോത്തിക് ആർക്കിടെക്ചറിലെ 3 മെയിൻ സ്ട്രക്ചറൽ ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. അത് വരുന്നത് പോയിൻറ്റഡ് ആർച്ചസ്, റിബ്ഡ് വോൾട്ട്, ഫ്ലൈയിങ് ബട്രസസ്. ഈ 3 സംഭവങ്ങൾ പോയിൻറ്റഡ് ആർച്ചസ് ആണെങ്കിലും റിബ്ഡ് വോൾട്ട് ആണെന്നുണ്ടെങ്കിലും ഫ്ലൈയിങ് ബട്രസസ് ആണ്. ഈ 3ഉം ഗോത്തിക്കിലെ ഈ ടോളായിട്ടുള്ള ബിൽഡിങ്സ് എന്ന് വെച്ചാൽ ഭയങ്കര വോള്യത്തിലുള്ള ബിൽഡിങ്സ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ഹെൽപ്പ് ചെയ്തിരുന്ന 3 കാര്യങ്ങളായിരുന്നു. എക്സ്പ്ലെയിൻ ഹൗ ക്ലൈമറ്റ് ഇൻഫ്ലുവൻസ്ഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ആർക്കിടെക്ചർ ഇൻ കേരള. ക്ലൈമറ്റ് എങ്ങനെയൊക്കെയാണ് കേരള ആർക്കിടെക്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളതെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. നമുക്കറിയാം കേരളത്തിൽ വാം ആൻഡ് ഹ്യൂമിഡ് ക്ലൈമറ്റാണ് വരുന്നത്. അതുപോലെ തന്നെ നല്ലോണം റെയിൻഫോളും കേരളത്തിൽ കിട്ടുന്നുണ്ട്. ചില സൗത്ത് വെസ്റ്റ് ആൻഡ് നോർത്ത് ഈസ്റ്റ് മൗൺസൂണിൽ നിന്ന് നല്ല രീതിക്ക് റെയിൻഫോളും കേരളത്തിൽ ലഭിക്കുന്നുണ്ട്. അപ്പം ഈ റെയിനിനെയും സൂര്യനെയും ഒരേപോലെ ചുമരുമെന്ന് വെച്ചാൽ ബിൽഡിങ്സിൻ്റെ ചുമരുമെന്ന് ഇതാക്കി നിർത്താൻ വേണ്ടിയിട്ട് ബിൽഡിങ്സിൻ്റെ റൂഫ്സ് എപ്പോഴും നല്ലോണം താഴ്ത്തിയിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ലോണം സ്ലോപ്പ് ചെയ്തിട്ട് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം വീടിൻ്റെ ചുമരിലോട്ട് അടിക്കുന്ന മഴയും അതേമാതിരി സൂര്യപ്രകാശവും തടഞ്ഞു നിർത്താം. പിന്നെ കേരളത്തിലെ ഹ്യൂമിഡിറ്റീൻ്റെ ഇതുള്ളത് കൊണ്ട് തന്നെ ഈ ബിൽഡിങ്സിൻ്റെ ഉള്ളിൽ ഈ എയർ കെട്ടി നിൽക്കാൻ പറ്റില്ല. അപ്പം നല്ല രീതിക്ക് എയർ ഫ്ലോ വേണം. അപ്പോൾ ഈ നല്ല എയർ ഫ്ലോക്ക് വേണ്ടിയിട്ട് ഈ ഇൻറ്റേർണൽ കോർട്ട്യാർഡ്സ് കൊടുത്തിരുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സൂര്യൻ്റെയും മഴൻ്റെ ഇതിൽ നിന്ന് ചുമരുകൾ വെച്ചാൽ എക്സ്റ്റീരിയർ ചുമരിനൊക്കെ ഇതാക്കി നിർത്താൻ വേണ്ടി പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് വരാന്താസ് കൊടുത്തിരുന്നു. 2 ഫീറ്റ് മുതൽ ഒരു 12 ഫീറ്റ് വരെ ഉണ്ടായിരുന്ന വരാന്താസ് വലിയ വരാന്താസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ പണ്ടത്തെ വീടുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും ചെറിയ ചെറിയ ഓപ്പണിങ്സോ അല്ലാന്നുണ്ടെങ്കിൽ ജാലീസോ ഒക്കെ അവർ നമ്മൾ ഈ ബെഡ്റൂംസിലൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ഈ സൂര്യപ്രകാശം നല്ല ഹൈ ഇതിൽ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്ലെയറും കുറയാൻ വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ജാലീസ് അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ജനലും കാര്യങ്ങളൊക്കെ അത് കൊടുക്കും. അതേമാതിരി തന്നെ നല്ലോണം ബേസിലോട്ട് താഴ്ന്നിട്ടാവും ജനലും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് എൻലിസ്റ്റ് ദ ഡിഫറെൻറ്റ് പീരിയഡ്സ് ഓഫ് ഇമ്പീരിയൽ സ്റ്റൈൽ. വെച്ചാൽ ഇമ്പീരിയൽ സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മളെ ഡൽഹി സുൽത്താനേറ്റ് പീരീഡ് വെച്ചാൽ സുൽത്താൻസ് ഓഫ് ഡൽഹി ആ ഒരു പീരീഡിലാണ് ഇമ്പീരിയൽ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് ഇമ്പീരിയൽ സ്റ്റൈൽ എന്ന് പറയപ്പെടുന്നത്. അപ്പം അതിൻ്റെ 5 പീരിയഡ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വരുന്നത് ദ മംലൂക്ക് ഡൈനാസ്റ്റി. വെച്ചാൽ നമ്മൾ കേട്ടിട്ടുള്ള സ്ലേവ് ഡൈനാസ്റ്റീൻ്റെ മറ്റൊരു പേരാണ് ദ മംലൂക്ക് ഡൈനാസ്റ്റി. ആൻഡ് അടുത്തത് വരുന്നത് അലാവുദ്ദീൻ ഖിൽജിൻ്റെ ദ ഖിൽജി ഡൈനാസ്റ്റി, പിന്നെ തുഗ്ലക് ഡൈനാസ്റ്റി, ദ സെയ്ദ് ഡൈനാസ്റ്റി, പിന്നെ ലോധി ഡൈനാസ്റ്റി. അങ്ങനെയാണ് ആ ഓർഡർ വരുന്നത്: മംലുക്ക്, ഖിൽജി, തുഗ്ലക്, സെയ്ദ് ആൻഡ് ലോധി. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് മുഗൾ ആർക്കിടെക്ചർ. മുഗൾ ആർക്കിടെക്ചറിൻ്റെ ഫീച്ചേഴ്സാണ് ചോദിക്കുന്നത്. മുഗൾ ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ പേർഷ്യൻ, ടർക്കിഷ്, ഇന്ത്യൻ ഈ ഒരു 3 സ്റ്റൈലിൻ്റെയും ബ്ലെൻഡാണ് മുഗൾ ആർക്കിടെക്ചർ. ഇത് മെയിനായിട്ട് ഇസ്ലാമിക് സ്റ്റൈലായതുകൊണ്ട് തന്നെ മെയിനായിട്ട് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഡോംസ്, മീനാരറ്റ്സ്, കുപ്പോളാസ്, പിന്നെ വലിയ ആർച്ചസ്, ഇതൊക്കെയായിരുന്നു ഇതിൻ്റെ മെയിനായിട്ടുള്ള സംഭവം. പിന്നെ നല്ലോണം ഓർണമെൻറ്റേഷൻ ഉണ്ടായിരുന്നു. നമ്മളെ അറബിസ്ക്, പിന്നെ അറബിക് കാലിഗ്രഫി, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു.
പിന്നെ ഈ മുഗൾ സ്ട്രക്ചേഴ്സിന് എപ്പോഴും ഒരു സിമ്മട്രി, ഒരു ബാലൻസ് ഉണ്ടാവും. പിന്നെ അവരെപ്പോഴും ഒരു പാറ്റേൺ ഫോളോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുഗൾ ആർക്കിടെക്ചറിൻ്റെ ഒരു മെയിൻ ഫീച്ചർ ആയിരുന്നു ഈ പേർഷ്യൻ ചാർബാഗ് സ്റ്റൈലിലുള്ള ഗാർഡൻസ്. എന്ന് വെച്ചാൽ ഇങ്ങനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള, ഇപ്പോൾ താജ്മഹലിലൊക്കെ പോയാൽ കാണാം 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള ഗാർഡൻസ്. അതൊരു മെയിൻ ഫീച്ചറായിരുന്നു. അധികം മുഗൾ ബിൽഡിങ്സിനും ഈ ഒരു ചാർബാഗ് സ്റ്റൈലിലുള്ള ഗാർഡൻസ്, അത് ചിലപ്പോൾ ചെറുതാവും ചിലപ്പോൾ വലുതാവും, അങ്ങനത്തെ സ്റ്റൈലിലുള്ള ഗാർഡൻസ് ഉണ്ടായി. പിന്നെ ഇവർ ഭയങ്കരമായിട്ട് റെഡ് സാൻഡ് സ്റ്റോൺ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ അധികം ബിൽഡിങ്സും എടുത്ത് നോക്കിയാലും അതിൽ റെഡ് സാൻഡ് സ്റ്റോൺ യൂസ് ചെയ്തിട്ടാണ്. ഈ റെഡ് സാൻഡ് സ്റ്റോണും പിന്നെ ഒരു വൈറ്റ് മാർബിളും കൂടി തമ്മിലുള്ളൊരു കോമ്പിനേഷൻ നല്ലോണം യൂസ് ചെയ്തിരുന്നതാണ് മുഗൾ ആർക്കിടെക്ചർ. ഫോർത്ത് ക്വസ്റ്റ്യൻ വരുന്നത് ഇല്ലുസ്ട്രേറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് ടോംബ് ഓഫ് ഗിയാസുദ്ദീൻ തുഗ്ലക്ക്. ഗിയാസുദ്ദീൻ തുഗ്ലക്കിൻ്റെ ടോംബിൻ്റെ ഫീച്ചേഴ്സാണ് അടുത്ത ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഗിയാസുദ്ദീൻ തുഗ്ലക്കിൻ്റെ ടോംബ് ഒരു 8 മീറ്റർ ബൈ 8 മീറ്ററിൻ്റെ ഒരു സ്ക്വയർ പ്ലാനിലുള്ള ടോംബായിരുന്നു. ലൈക്ക് റെഡ് സാൻഡ് സ്റ്റോൺ വെച്ചിട്ട് വാൾസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മുകളിൽ ഒരു ഒരൊറ്റ വലിയ വൈറ്റ് ഡോമുള്ള ഒരു സ്ട്രക്ചറായിരുന്നു ഗിയാസുദ്ദീൻ്റെ ടോംബ് വന്നിരുന്നത്. ഇതിൻ്റെ വാൾസ് വന്നിരുന്നത് സ്ലോപ്പിംഗ് ആയിട്ടുള്ള വാൾസ് ആയിരുന്നു ഇതിനുണ്ടായിരുന്നത്. പിന്നെ ഇത് റെസ്റ്റ് ചെയ്തിരുന്നത് ഒരു ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള സ്ട്രക്ചറിൻ്റെ മുകളിലാണ് ഈ ടോംബ് റെസ്റ്റ് ചെയ്തിരുന്നത്. സ്ക്വിഞ്ചസ് യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഡോമിനെ ഈ സ്ക്വയർ പ്ലാനിലോട്ട് മെർജ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ, ഈ ടോംബിൻ്റെ ഉള്ളിൽ 3 ഗ്രേവ്സ് ഉണ്ട്. ഒന്ന് ഗിയാസുദ്ദീൻ്റെയും, പിന്നെ ഒന്ന് ഗിയാസുദ്ദീൻ്റെ വൈഫിൻ്റെയും, ഒന്ന് ഗിയാസുദ്ദീൻ്റെ മോൻ്റെയും. അങ്ങനെയാണ് വിശ്വസിക്കപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്യൂമറേറ്റ് എനി 3 ആർക്കിടെക്ചറൽ ഫീച്ചേഴ്സ് ഓഫ് ആർച്ചസ് അറ്റ് അലൈ ദർവാസ. അലൈ ദർവാസിൻ്റെ ആർച്ചസിൻ്റെ 3 ഫീച്ചേഴ്സാണ് ചോദിക്കുന്നത്. അലൈ ദർവാസ എന്ന് പറഞ്ഞാൽ കൂവത്ത് അൽ ഇസ്ലാം മോസ്ക്, വെച്ചാൽ കുത്തബ് കോംപ്ലക്സിലെ കൂവത്ത് അൽ ഇസ്ലാം മോസ്കിൻ്റെ സദേൺ ഗേറ്റ് വേ ആണ് അലൈ ദർവാസ. ഇതൊരു ആർച്ചഡ് എൻട്രൻസ് ആണ്. അപ്പം ഇതിൽ ആർച്ചസിൻ്റെ ഫീച്ചേഴ്സാണ് ചോദിക്കുന്നത്. അപ്പം ഇതിൽ അലൈ ദർവാസയിലാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഹോഴ്സ് ഷൂ ഷേപ്ഡ് ആയിട്ടുള്ള ആർച്ചസ് യൂസ് ചെയ്യണത്. അതുവരേക്കും സാധാ സെമി സർക്കുലറും പോയിൻറ്റഡ് ആർച്ചസൊക്കെ ആയിരുന്നു യൂസ് ചെയ്തത്. ഇതിൽ തൊട്ടിട്ടാണ് അലൈ ദർവാസയിലാണ് ആദ്യമായിട്ട് ഹോഴ്സ് ഷൂ ഷേപ്ഡ് ആയിട്ടുള്ള ആർച്ചസ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിലെങ്ങനെയാ വെച്ചാൽ ഈ പോയിൻറ്റഡ് ആയിട്ടുള്ള ആർച്ചസിനെ ജസ്റ്റ് ഒരു സ്ലൈറ്റായിട്ട് മാത്രം ബേസിൽ അടുത്തോട്ട് കൊടുത്തിട്ടാണ് അതിനെ ആ ഒരു ഹോഴ്സ് ഷൂ ആർച്ചിൻ്റെ ഇഫക്റ്റ് കൊടുത്തിട്ടില്ല. പിന്നെ ഇതിൻ്റെ ആർച്ചസിൻ്റെ ഉള്ളിലൊരു ലൈനിങ് കൊടുത്തിരുന്നു, ലൈക്ക് സ്പിയർ ഹെഡ് ആയിട്ടുള്ള പ്രൊജക്ഷൻസ്, എന്താണ് ഇങ്ങനെ ലോട്ടസ് ബഡ്സ് വെച്ചിട്ടുള്ള, ലോട്ടസ് ബഡ്സ് പോലെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ലൈനിങ് കൊടുത്തിരുന്നു. 6th ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ കൾ ടെമ്പിൾ ആൻഡ് മോർച്ചറി ടെമ്പിൾ ഓഫ് ഈജിപ്ത്. ഈജിപ്തിൽ മെയിനായിട്ട് 2 തരത്തിലുള്ള ടെമ്പിൾസ് ആണ് ഉണ്ടായിരുന്നത്, ലൈക്ക് കൾ ടെമ്പിൾസും ഫ്യൂണററി അല്ലെങ്കിൽ മോർച്ചറി ടെമ്പിൾസും. അപ്പം ഇതിൻ്റെ ഡിഫറൻസ് ആണ് ഇപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇതെന്താ വെച്ചാൽ ഈ കൾ ടെമ്പിൾസ് എന്ന് പറഞ്ഞാൽ അവിടെ മെയിനായിട്ടൊരു ഡയറ്റി ഉണ്ട്, ലൈക്ക് ഏതെങ്കിലും ഒരു ദൈവത്തിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന ഒരു സ്പേസ് ആയിരുന്നു എന്ത് ഈ കൾ ടെമ്പിൾസ്. നേരെ മറിച്ച് ഈ മോർച്ചറി ടെമ്പിൾസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും അവിടുത്തെ ഈജിപ്തിലെ കിങ്, ലൈക്ക് ഫറോവാസ് ആരെങ്കിലുമൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ പേരിൽ അറിയപ്പെടാൻ പോകുന്ന ഒരു ടെമ്പിൾ, ലൈക്ക് അവരാവും പിന്നെ അവിടെ ഉള്ളവർ ആരാധിക്കുക. ആ ഒരു ടെമ്പിളിൽ അവിടുത്തെ മരിച്ചു പോയിട്ടുള്ള ഫറോവാസ് അല്ലെങ്കിൽ കിങ്സിനാവും എന്ത് ആരാധിക്കുക. അപ്പം ഇതിൽ ഈ കൾ ടെമ്പിൾസിൽ എന്ന് വെച്ചാൽ ഈ ഫറോവാസിനും പ്രീസ്റ്റിനും മാത്രമേ എന്തായിരുന്നു എൻട്രി ഉള്ളിരുന്നു. അവർക്ക് മാത്രമേ അതിൻ്റെ ഉള്ളിൽ കയറാനും അവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ദൈവത്തിനെ ഡയറക്റ്റ് ആരാധിക്കാൻ ഈ ഫറോവാസിനും പ്രീസ്റ്റിനും മാത്രമേ അധികാരമുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ലൈക്ക് സാധാരണ മനുഷ്യന്മാർ, അവിടെയുള്ള ആൾക്കാരൊക്കെ ഫറോവാസിനെ വേണമെന്ത് ആരാധിക്കും. അപ്പോൾ അവർക്ക് എല്ലാവർക്കും എൻ്റർ ചെയ്യാൻ പറ്റിയിരുന്നത് ആകെ ഈ മോർച്ചറി, ഈ ഫ്യൂണററി അല്ലെങ്കിൽ മോർച്ചറി ടെമ്പിൾസിലോട്ട് മാത്രം. പിന്നെ ഈ കൾ ടെമ്പിൾസിനൊക്കെ ഒരു പ്രിസൈസ് ആയിട്ടുള്ള റെക്ടാങ്കുലർ പ്ലാൻസ് ഒക്കെ ഉണ്ടായിരുന്നു, ലൈക്ക് അതിനൊരു പോർട്ടിക്കോയും അതിൻ്റെ ഉള്ളൊരു ലൈക്ക് ഇങ്ങനെ ആയിട്ടൊരു പോർട്ടിക്കോയും പിന്നെ ഒരു കോർട്ട്യാർഡ്സും പിന്നെ അവരെ എന്താണ് ഈ ഡയറ്റിനെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ മോർച്ചറി ടെമ്പിൾസ് പലരുടെയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ലേഔട്ടിലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ഓർഡർ ഓഫ് ആർക്കിടെക്ചർ. ആർക്കിടെക്ചറൽ ഓർഡേഴ്സിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ആൻഷ്യൻ ഗ്രീക്ക് സിവിലൈസേഷൻ കാലഘട്ടത്തിൽ ഈ ആർക്കിടെക്ചറൽ ഓർഡേഴ്സ് എന്ന് വെച്ചാൽ ഒരു സംഭവത്തിന് വേറൊരു സംഭവത്തിനോട് സ്കെയിൽ ചെയ്യാനോ അല്ലെങ്കിൽ പ്രൊപ്പോർഷൻ ചെയ്യാനോ ഒക്കെ യൂസ് ചെയ്യുന്ന സംഭവങ്ങളായിരുന്നു ഈ ഓർഡർ ഓഫ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ആൻഷ്യൻ ഗ്രീക്കിൽ അത് എന്താ പറയുക, ഈ ഓർഡർ ഓഫ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞിരുന്നത് ലൈക്ക് ആർക്കിടെക്ചറൽ ഓർഡേഴ്സ് എന്ന് വിളിച്ചിരുന്നത് ആ കോളംസിനെയാണ്. ലൈക്ക് അയോണിക്, ഡോറിക്, കൊറിന്ത്യൻ. ലൈക്ക് ഡോറിക്, അയോണിക്, കൊറിന്ത്യൻ ഇങ്ങനെ 3 ആയിട്ടുള്ള മെയിൻ കോളംസ്. ആ കോളംസിന് ഇരുന്നത് ഓർഡർ ഓഫ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞിട്ട് അറിയപ്പെട്ടിരുന്നു. പിന്നെ അതിലോട്ട് റോമൻ സിവിലൈസേഷൻ്റെ കാലമായപ്പം അതിലോട്ട് 2 ലൈക്ക് ടസ്കൺ ആൻഡ് കോമ്പോസിറ്റ്. 8th ക്വസ്റ്റ്യൻ, ഇല്ലുസ്ട്രേറ്റ് ആൻഡ് ഐഡൻറ്റിഫൈ ദ ഫീച്ചേഴ്സ് ഓഫ് മസ്തബ. മസ്തബൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. ആഫ്റ്റർ ലൈഫിൽ വിശ്വസിച്ചിരുന്ന ഒരു ജനതയായിരുന്നു ഈജിപ്ഷ്യൻസ്. അപ്പം അവർ മരിച്ചു കഴിഞ്ഞാലും അവരുടെ ആ റോയാലിറ്റി അല്ലാന്നുണ്ടെങ്കിൽ അവരെങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത് അതിൻ്റെ ആ ഒരു എസൻസ് കിട്ടുന്ന രീതിക്ക് വേണം അവരെ എന്താ പറയുക മറവ് ചെയ്യാനൊന്നും ഉള്ളതായിട്ട് വിശ്വസിച്ചിരുന്ന ഒരു കൂട്ടം ആൾക്കാരായിരുന്നു ഈജിപ്തിലുണ്ടായിരുന്നു. വെച്ചാൽ താഴെത്തട്ടിലുള്ളവരല്ല മേലെത്തട്ടിലുള്ള ആൾക്കാരെ അങ്ങനെ വേണം വെച്ചാൽ മറവ് ചെയ്യാമെന്ന് വിശ്വസിച്ചിരുന്ന ആൾക്കാരായിരുന്നു ഈജിപ്ഷ്യൻസ്. അങ്ങനെയാണ് ഈ ആദ്യമായിട്ട് ഈ മസ്തബ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ടോംബ് ആർക്കിടെക്ചറിൻ്റെ ഈജിപ്തിലെ ടോംബ് ആർക്കിടെക്ചറിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സംഭവമാണ് എന്ത് ഈ മസ്തബ എന്ന് പറയും. മസ്തബ വന്നു, സ്റ്റെപ്പ് പിരമിഡ് വന്നു, ബെൻ പിരമിഡ് വന്നു, പിന്നെയാണ് ട്രൂ പിരമിഡ്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ട്രൂ പിരമിഡിലോട്ടേക്ക് എത്തുന്നത് ഇങ്ങനെ മസ്തബ, സ്റ്റെപ്പ് പിരമിഡ്, ബെൻ പിരമിഡ്, ട്രൂ പിരമിഡ് അങ്ങനെയാണ്. ഈ മസ്തബ എന്ന് പറയുമ്പോൾ ഒരു സാധാരണ ഒരു റെക്ടാങ്കുലർ പ്ലാനിലുള്ള ഒരു സ്ട്രക്ചറാണ്. ലൈക്ക് ഫ്ലാറ്റ് ആയിട്ടുള്ള റൂഫാണ്. ഇതിന് എന്താ വെച്ചാൽ ദൂരെ നിന്ന് നോക്കുമ്പോൾ ശരിക്കും ഒരു ബെഞ്ച് ഷേപ്പിലായിട്ടുള്ളൊരു സ്ട്രക്ചറാണ് എന്ത് മസ്തബക്ക് വരുന്നത്. ഇപ്പോഴത്തെ പിരമിഡിനോട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മസ്തബാസ് ഭയങ്കര എന്താണ് ഹൈറ്റ് കുറവാണ്. സൺഡ്രൈഡ് ബ്രിക്സ് സൺഡ്രൈഡ് ബ്രിക്സ് യൂസ് ചെയ്തിട്ടാണ് എന്ത് മസ്തബാസ് ഉണ്ടാക്കിയിരുന്നത്. പിന്നെ ഇത് നോർത്ത് സൗത്ത് ഓറിയൻറ്റഡ് ആയിട്ടാണ് മസ്തബാസ് പ്ലേസ് ചെയ്തിരുന്നത്. അത് അവരുടെ ഒരു വിശ്വാസമായിരുന്നു. ലൈക്ക് ഈ ആഫ്റ്റർ ലൈഫിലോട്ട് എന്ന് വെച്ചാൽ അതിലോട്ടുള്ള ഒരു പെട്ടെന്നുള്ളൊരു ആക്സസ് ആയിട്ടാണ് അവർ ആ നോർത്ത് സൗത്ത് ഓറിയൻറ്റേഷൻ്റെ കണക്കാക്കിയിരുന്നത്. പിന്നെ ഇതിൻ്റെ അടിയിലോട്ട് വേറെ ചേമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിലാണ് എന്ത് ഈ സാക്രോഫാഗസ് ഇവരെ എടുത്തു വെച്ചിരുന്ന കോഫിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. 9th ക്വസ്റ്റ്യൻ, എന്യൂമറേറ്റ് ദ ടൈപ്സ് ഓഫ് വോൾസ് യൂസ്ഡ് ബൈ ദി ആൻഷ്യൻ റോമൻസ് യൂസ് ചെയ്തിരുന്ന വോൾട്ടുകളെ കുറിച്ചിട്ടാണ്. വോൾട്ടുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ 3 മെയിൻ വോൾട്ട്സാണ് ഉണ്ടായിരുന്നത്. ഒന്ന് വന്നിരുന്നത് ബാരൽ വോൾട്ട്, പിന്നെ വന്നിരുന്നത് ഗ്രോയിൻ വോൾട്ട്, പിന്നെ വന്നിരുന്നതാണ് റിബ്ഡ് വോൾട്ട്. ഈ ബാരൽ വോൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു സീരീസ് ഓഫ് എന്താ പറയുക നമ്മളെ സാധാ സെമി സർക്കുലർ ആർച്ചസിന് ഇങ്ങനെ അടുപ്പിച്ച് വെച്ച മാതിരത്തെ വോൾട്ടായിരുന്നത് ബാരൽ വോൾട്ട്. ഈ 2 ബാരൽ വോൾട്ടിന് എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വെച്ച മാതിരിയായിരുന്നു എന്ത് ഈ ഗ്രോയിൻ വോൾട്ട് വന്നിരുന്നത്. റിബ്ഡ് വോൾട്ടിലോട്ട് എത്തിയപ്പോഴാണ് എന്ത് ഈ പോയിൻറ്റഡ് ആർച്ചസിനെ യൂസ് ചെയ്തിട്ട് വോൾട്ട് ചെയ്ത് തുടങ്ങിയത് റിബ്ഡ് വോൾട്ടിലാണ്. അപ്പോഴാണ് അതിൽ ഈ പോയിൻറ്റഡ് ആയിട്ടുള്ള എഡ്ജസ് വന്നപ്പോഴാണ് എന്ത് അതിൽ റിബ്സ് വന്നത് ആണ് റിബ്ഡ് വോൾട്ട്. അത് പിന്നെ അതിന് ശേഷം ക്വാഡ്രിപാർട്ടേറ്റും സെക്സ്പാർട്ടേറ്റും അങ്ങനെ ട്രൈപാർട്ടേറ്റും അങ്ങനെ എന്താണ് വേറെ റിബ്ഡ് വോൾട്ടിൻ്റെ പല വേർഷൻസും പിന്നെ വന്നിട്ടുണ്ട്. ഇതാണ് മെയിനായിട്ടുള്ള 3 വോൾട്ട് വരുന്നത്: ബാരൽ വോൾട്ട്, ഗ്രോയിൻ വോൾട്ട് ആൻഡ് റിബ്ഡ് വോൾട്ട്. ഇനി പാർട്ട് ബിയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇല്ലുസ്ട്രേറ്റ് വിത്ത് സ്കെച്ചസ് ദ ആർക്കിടെക്ചറൽ ഫീച്ചേഴ്സ് ഓഫ് റോസ് വിൻഡോസ് ഇൻ ഗോത്തിക് ആർക്കിടെക്ചർ. റോസ് വിൻഡോസ് എന്ന് പറഞ്ഞാൽ ഈ ഗോത്തിക് സ്റ്റൈലിൽ വെച്ചാൽ ഗോത്തിക് ബിൽഡിങ്സിൽ, ഗോത്തിക് ചർച്ചസ് ആയിക്കോട്ടെ എന്നുവെച്ചാൽ വേറെ എല്ലാ ഗോത്തിക് ബിൽഡിങ്സ് ആയിക്കോട്ടെ, അതിൽ യൂസ് ചെയ്തിരുന്ന വീൽ വിൻഡോസ്. ഈ വീൽ വിൻഡോസിൻ്റെ ഒരു എന്താ പറയുക കുറച്ചും കൂടി ഇലാബറേറ്റീവായിട്ടുള്ള ഡെക്കറേഷനുള്ള വീൽ വിൻഡോസിനെയാണ് ഇത് റോസ് വിൻഡോസ് വെച്ചാൽ നമ്മളെ റോസിൻ്റെ പെറ്റൽസിനോട് സാമ്യത്തിലുള്ള വിൻഡോസ്. ലൈക്ക് അതിൽ നിന്നാണ് അതിന് ആ പേര് വരുന്നത്. അത്രയ്ക്ക് ഡീറ്റെയിൽ കൂടിയ വീൽ വിൻഡോസ് എന്ന് പറഞ്ഞാൽ സാധാ സർക്കുലർ ആയിട്ടുള്ള വിൻഡോസ്, ട്രേസറി വർക്ക്സും കാര്യങ്ങളൊക്കെ വരുന്ന വിൻഡോസിനാണ് വീൽ വിൻഡോസും പറയാം.
അതിൻ്റെ ഭയങ്കരമായിട്ട് ഡെക്കറേഷനുള്ള വിൻഡോസിനെയാണ് എന്ത് റോസ് വിൻഡോസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കണം. ഇതിൽ സ്റ്റെയിൻ ഗ്ലാസ് എന്ന് വെച്ചാൽ ബ്ലൂ, റെഡ് ഇത് കളേഴ്സിലുള്ള സ്റ്റെയിൻ ഗ്ലാസ് യൂസ് ചെയ്തിട്ട് പാറ്റേൺസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലിങ്ങനെ സ്റ്റോറീസ് ലൈക്ക് ഈ ക്രിസ്ത്യൻ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരുന്ന ഇതാണെന്ത് റോസ് വിൻഡോസിൽ. ഇതിനെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സെൻറ്റർ പോയിൻ്റ് ഉണ്ടാവും, അതിൽ നിന്ന് ഇങ്ങനെ റേഡിയേറ്റ് ചെയ്യുന്ന ഫോംസിലുള്ള പാറ്റേൺസും കാര്യങ്ങളൊക്കെയാണ് എന്ത് ഈ റോസ് വിൻഡോസിൽ വർക്ക്സ് ആയിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ സെൻറ്ററിലൊരു സർക്കിൾ ഉണ്ടാവും. ഇത് ഏതെങ്കിലും ഒരു പോയിൻറ്റഡ് ആർച്ചിൻ്റെ സെൻറ്ററിലൊക്കെ ആയിട്ടാവും എന്ത് ഈ റോസ് വിൻഡോസ് പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. പാർട്ട് സിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇല്ലുസ്ട്രേറ്റ് ആൻഡ് ഐഡൻറ്റിഫൈ ദ ഫീച്ചേഴ്സ് ഓഫ് സൺ ടെമ്പിൾ അറ്റ് കൊണാർക്ക്. കൊണാർക്കിലാണ് ഈ സൺ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. കൊണാർക്കിൻ്റെ ഷോർ ലൈനിൽ ഏകദേശം ഒരു 3 കിലോമീറ്റർ സീനോട് ചേർന്നിട്ടാണ് എന്ത് ഈ ടെമ്പിൾ ഉള്ളത്. ഇത് ദ സൺ ഗോഡ് എന്താണ് സൂര്യദേവൻ്റെ ചാരിയറ്റ് ലൈക്ക് അതിൻ്റെ ഷേപ്പിലാണ് എന്ത് ഈ ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇത് വരുന്നത് ഇന്ത്യൻ ടെമ്പിൾ ആർക്കിടെക്ചറിൽ കലിംഗ സ്കൂൾ ആ ഒരു ഡിസൈൻ സ്റ്റൈലിലാണ് എന്ത് ഈ സൺ ടെമ്പിൾ വരുന്നത്. ഇത് ഭയങ്കരമായിട്ട് എന്താ പറയുക സ്റ്റോൺ കാർവിങ്സ് ഒക്കെ വെച്ച് സ്റ്റോൺ വെച്ചിട്ട് ഹെവിലി ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് എന്ത് സൺ ടെമ്പിൾ. ഈ ചാരിയറ്റ് ലൈക്ക് ഈ ഗോഡിൻ്റെ ചാരിയറ്റ് ഒരു 12 പെയർ ഹോഴ്സസ് ഈ ചാരിയറ്റിൽ നിൽക്കുന്നതായിട്ടാണ് ഈ ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു എന്താണ് ഭയങ്കരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള വീൽസ് ഇതിൻ്റെ ബേസിൽ ഭയങ്കരമായിട്ട് സ്റ്റോണിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള വീൽസും ഉണ്ട്. പിന്നെ ഇതിൻ്റെ വീൽസിൻ്റെ സ്പോക്സ് സൺഡേയിലായിട്ട് ആക്ട് ചെയ്യും. ലൈക്ക് ഇതിൻ്റെ ഷാഡോസും കാര്യങ്ങളൊക്കെ സമയം കാണിക്കാൻ വേണ്ടി സമയം സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സൺഡേസ് ആയിട്ട് ഇതിൻ്റെ എന്താ പറയുക വീൽസിൻ്റെ സ്പോക്സ് ആക്ട് ചെയ്യും. ഒരു 261 മീറ്റർ ബൈ 160 മീറ്ററിൻ്റെ ഒരു സൈറ്റിലാണ് എന്ത് ഈ സൺ ടെമ്പിൾ കൊണാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഈ എൻട്രൻസ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റത്തെ ഈ ബിൽഡിംഗ് ആണ് നാഥ മന്ദിർ. എന്ന് വെച്ചാൽ അവിടെ എന്താണ് ഈ ഡാൻസേഴ്സിലെ ടെമ്പിളിലെ ഡാൻസേഴ്സ് ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു മണ്ഡപം, അതാണ് ഈ നാഥ മന്ദിർ എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് ജഗ്മോഹൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പിരമിഡൽ റൂഫുള്ള ഈ സ്ട്രക്ചർ. ഇത് അറൗണ്ട് ഒരു 38 മീറ്റേഴ്സ് ഹൈറ്റ് വരുന്നുണ്ട്. ഇതാണ് പിന്നെ അതിൻ്റെ മെയിൻ സാങ്ച്വം വരുന്നത്. തൗസൻഡ്സ് ഓഫ് ഇമേജസ് ആണ് ഈ അമ്പലത്തിൻ്റെ ചുറ്റുമായിട്ട് എന്താണ് കാർവ് ചെയ്തിട്ടും സ്റ്റോൺ വർക്ക് ചെയ്തിട്ടൊക്കെ ആയിട്ടുള്ളത്. അതായത് ഡാൻസേഴ്സിൻ്റെയും ഹ്യൂമൻ മ്യൂസിഷ്യൻസിൻ്റെയും പലതുമായിട്ടുള്ള ഡയറ്റീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത് ഇല്ലുസ്ട്രേറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് ഗ്രേറ്റ് സ്തൂപ സാഞ്ചി. സാഞ്ചിയിലെ ഗ്രേറ്റ് സ്തൂപ ലൈക്ക് സാഞ്ചി സ്തൂപൻ്റെ ഫീച്ചേഴ്സാണ് അടുത്ത ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. മധ്യപ്രദേശിലെ സാഞ്ചി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എന്ത് ഈ സ്തൂപ സ്ഥിതി ചെയ്യണത്, ഗ്രേറ്റ് സ്തൂപ സ്ഥിതി ചെയ്യണത്. ഭയങ്കരമായിട്ട് ഹിസ്റ്റോറിക്കൽ വാല്യൂ ഉള്ള ഇന്ത്യയിൽ തന്നെ ഏറ്റവും പഴയ റോക്കിലുണ്ടാക്കിയിട്ടുള്ള റോക്കറ്റായിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ് എന്ത് ഈ ഗ്രേറ്റ് സ്തൂപ ഓഫ് സാഞ്ചി. സാഞ്ചിയിൽ കുറേ സ്തൂപകളുണ്ട്. അതിൽ തന്നെ അതിലുണ്ടായിരുന്ന ഏറ്റവും വലിയ സ്തൂപയാണ് എന്ത് ഈ ഗ്രേറ്റ് സ്തൂപ ഓഫ് സാഞ്ചി. ഇത് മൗര്യ നമ്പറായിട്ടുള്ള അശോക ദ ഗ്രേറ്റ്, അശോക ചക്രവർത്തിയാണ് എന്ത് ഇത് ഉണ്ടാക്കാൻ തുടങ്ങി ലൈക്ക് സ്റ്റാർട്ട് ചെയ്തത്. ഈ സ്തൂപൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അശോകൻ്റെ പീരീഡിലാണ്. 1-2 വട്ടം ഈ സ്ട്രക്ചർ ഡാമേജ് ആയിട്ടുണ്ട്. പിന്നീട് എക്സ്ട്രാ എലമെൻറ്റ്സും കാര്യങ്ങളൊക്കെ അതാക്കിയിട്ട് 1st സെഞ്ച്വറി BC ഇതിൻ്റെ ഫൈനൽ ഫോമിലോട്ട് എത്തുന്നത്. 37 മീറ്റേഴ്സ് വിഡ്ത്തും 17 മീറ്റേഴ്സ് ഹൈറ്റുമാണ് സാഞ്ചി സ്തൂപക്ക് വരുന്നത്. സാഞ്ചി സ്തൂപ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ബുദ്ധിസ്റ്റ് ആർക്കിടെക്ചർ സ്റ്റൈലിലാണ്. ഇതൊരു അണ്ട ഷേപ്പ് ലൈക്ക് ഒരു ഹെമിസ്ഫിയർ ആയിട്ടുള്ളൊരു ഷേപ്പിലാണ് ഈ ബിൽഡിംഗ് ഉള്ളത്. ഇത് എർത്തിൻ്റെ ഒരു ഹെമിസ്ഫിയർ ലൈക്ക് എർത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇവർ ഇതിനെ കൺസിഡർ ചെയ്യണത്. 4 കാർഡിനൽ പോയിൻറ്റ്സിനെ ഡയറക്റ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ തോരണാസ് വരുന്നത്. ലൈക്ക് സൗത്തിലും നോർത്തിലും വെസ്റ്റിലും ഈസ്റ്റിലായിട്ട് 4 തോരണാസാണ് ഇതിന് വരുന്നത്. ഇതിന് ചുറ്റും ഈ സ്തൂപൻ്റെ ചുറ്റുമായിട്ട് സ്റ്റോൺ ഫെൻസ് ഉണ്ട്. ആ സ്റ്റോൺ ഫെൻസ്
എൻ്റെ ഉള്ളിലായിട്ടാണ് ഈ സ്തൂപ സ്ഥിതി ചെയ്യണം. ഈ സ്തൂപൻ്റെ മെയിൻ സ്ട്രക്ചറിനെ എന്താ പറയുക, ഈ സ്തൂപ ഡോമിനെ അണ്ട എന്ന് പറഞ്ഞിട്ടാണ് അറിയപ്പെടുന്നത്. പിന്നെ ഇത് 2 ലെവൽസ് ആയിട്ടാണ് ഇതിൻ്റെ ആംബുലേറ്ററി വരുന്നത്. ഒന്ന് ഗ്രൗണ്ട് ലെവലിലും പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഒരു അപ്പർ ലെവലിലും ഒരു ആംബുലേറ്ററി സ്പേസ് വരുന്നുണ്ട്. ആ ആംബുലേറ്ററി സ്പേസിലോട്ട് പോകാനായിട്ട് 2 സൈഡിലുമായിട്ട് ഡബിൾ സ്റ്റെയർവേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ആ മെയിനായിട്ടുള്ള ഹെമിസ്ഫിയറിക്കൽ ഡോമാണ് അണ്ട എന്ന് പറയണത്. പിന്നെ അതിൻ്റെ ചുറ്റുമായിട്ട് റെയിലിങ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതാണ് ഹർമിക വരുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ടൊരു ടെറസ് സ്പേസ് ഉണ്ട്. ആ ടെറസ് സ്പേസ് വെച്ചാൽ ഈ ഡോമിൻ്റെ മുകളിലായിട്ട് വരുന്ന ടെറസ് സ്പേസാണ് മേദി എന്ന് പറയുന്നത്. പിന്നെ മൊത്തം സ്ട്രക്ചറിനെ ചുറ്റിയിട്ട് നിൽക്കുന്ന ലോ വാളിനാണ് വേദിക എന്ന് പറയും. പിന്നെ 4 സൈഡിലും നമ്മൾ പറഞ്ഞു 4 സൈഡിലും കാർഡിനൽ പോയിൻറ്റ്സൊക്കെ ഡയറക്റ്റ് ചെയ്ത് നിൽക്കുന്ന തോരണാസ് ഉണ്ട്. പാർട്ട് സിയിലെ 3rd ക്വസ്റ്റ്യൻ വരുന്നത് എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് താജ്മഹൽ. താജ്മഹലിൻ്റെ ആർക്കിടെക്ചറൽ ഫീച്ചേഴ്സാണ് അടുത്ത ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. താജ്മഹൽ എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ തന്നെ ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ടുള്ള വെച്ചാൽ ഇന്ത്യൻ്റെ ആർക്കിടെക്ചറൽ ബിൽഡിങ്സിൽ അല്ലെങ്കിൽ ആർക്കിടെക്ചറൽ സ്ട്രക്ചേഴ്സിൽ വേൾഡ് വൈഡ് ഫേമസ് ആയിട്ടുള്ള മേജർ ബിൽഡിംഗ് ആണ് താജ്മഹൽ എന്ന് പറയുന്നത്. ആഗ്രയിലാണ് താജ്മഹൽ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. ആഗ്രയിൽ യമുന നദി ജമുന റിവറിൻ്റെ ബാങ്കിലായിട്ടാണ് ഈ താജ്മഹൽ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. മുഗൾ എംപററായിട്ടുള്ള ഷാജഹാൻ അവരുടെ വൈഫ് മുംതാസ് മഹലിൻ്റെ ഓർമ്മക്കായിട്ട് ഉണ്ടാക്കിയതാണ് താജ്മഹൽ. ഭയങ്കരമായിട്ടുള്ള പ്രൊപ്പോർഷൻസ് ഗോൾഡൻ പ്രൊപ്പോർഷൻസും കാര്യങ്ങളും ഭയങ്കര ഡെക്കറേറ്റീവ് എലമെൻറ്റ്സൊക്കെ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു ഹ്യൂജ് സ്ട്രക്ചറാണ് താജ്മഹൽ. മുഗൾ ആർക്കിടെക്ചറിൽ തന്നെ ഒരു ഫൈനസ്റ്റ് എക്സാമ്പിളായിട്ടാണ് താജ്മഹലിനെ കണക്കാക്കുന്നത്. ഈ താജ്മഹലിൻ്റെ സൈറ്റിൽ താജ്മഹൽ കൂടാണ്ട് ഒരു 2 ട്വിൻ മോസ്ക് അതിൻ്റെ 2 സൈഡിലായിട്ട് 2 ട്വിൻ മോസ്കും പിന്നെ അതിൻ്റെ ഗാർഡൻ ചാർബാഗ് ഗാർഡനും മ്യൂസിയം ഒക്കെ പെടും. ഇതാണ് താജ്മഹലിൻ്റെ സൈറ്റ്. ഈ സൈഡിലൂടെയാണ് യമുന റിവർ പാസ് ചെയ്ത് പോകുന്നത്. ഇതാണ് ആ 2 ട്വിൻ മോസ്ക് വരുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ് വരുന്നത്. ഇതാണ് ചാർബാഗ് സ്റ്റൈലിലുള്ള താജ്മഹലിൻ്റെ സൈറ്റിലുള്ള ഗാർഡൻ. താജ്മഹൽ റെസ്റ്റ് ചെയ്യണത് ഒരു 7 മീറ്റർ ഹൈറ്റിലുള്ളൊരു പ്ലിന്തിൻ്റെ മുകളിലായിട്ടാണ് താജ്മഹൽ റെസ്റ്റ് ചെയ്യണത്. വൈറ്റ് മാർബിൾസ് യൂസ് ചെയ്തിട്ടാണ് താജ്മഹൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. സൂര്യപ്രകാശത്തിൻ്റെയും ചന്ദ്രൻ്റെ പ്രകാശത്തിൻ്റെയും ഒക്കെ ഹ്യൂസിനനുസരിച്ചിട്ട് അതിൻ്റെ കളർ അത് റിഫ്ലക്റ്റ് ചെയ്യുന്ന കളേഴ്സിൽ നല്ലോണം ചേഞ്ച് വരും. അതിൻ്റെ ഒരു മെയിൻ എലമെൻ്റാണ് ആ മാർബിൾസ് യൂസ് ചെയ്തിട്ടുള്ള ഹ്യൂസിനനുസരിച്ചിട്ട് കളർ മാറുന്നത് താജ്മഹലിൻ്റെ ഒരു മെയിൻ എലമെൻ്റാണ്. പിന്നെ ഇതിനൊരു മെയിനായിട്ടുള്ളൊരു ഡോമുണ്ട്, ഒരു ഡബിൾസ് ആയിട്ടുള്ളൊരു ഡോമുണ്ട്. പിന്നെ 4 സൈഡിലും കുപ്പോളാസ് ഉണ്ട്. ഇതിൻ്റെ 4 സൈഡിലും ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഫസാഡ്സ് തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിനോട് ജോയിൻ്റ് ആയിട്ട് നിയർ ബൈ ആയിട്ട് മിനാരറ്റ് ഉണ്ട്. അത് കൂടാണ്ട് 4 കോർണേഴ്സിലായിട്ട് ഹ്യൂജ് മിനാരറ്റ്സ് വരുന്നുണ്ട്. താജ്മഹലിൻ്റെ ഉള്ളിൽ മുംതാസിൻ്റെയും ഷാജഹാൻ്റെയും ടോംസ് ആണുള്ളത്. പക്ഷേ നമ്മൾ കാണുന്ന ടോംസ് എന്ന് പറയുന്നത് ഫാൾസ് ടോംസ് ആണ്. അതിന് ശരിക്കുമുള്ള ഒറിജിനൽ സർക്കോഫാഗ് വരുന്നത് ഈ ഗാർഡൻ ലെവലിലേക്ക് ഗ്രൗണ്ട് ലെവലിലായിട്ടുള്ള ഈ താജ്മഹലിൻ്റെ അടിയിലായിട്ടാണ് അവരുടെ ശരിക്കുള്ള കോഫിൻ വരുന്നത്. 4th ക്വസ്റ്റ്യൻ വരുന്നത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ടോംസ് ഓഫ് ഒക്ടഗണൽ പ്ലാൻ ആൻഡ് സ്ക്വയർ പ്ലാൻ ഓഫ് സെയ്ദ് ആൻഡ് ലോധീസ്. സെയ്ദ് ആൻഡ് ലോധീസ് കൺസ്ട്രക്ട് ചെയ്ത ടോംസ് 2 ഡിഫറെൻറ്റ് ഫോംസിലായിരുന്നു. ഒന്ന് ഒക്ടഗണൽ പ്ലാൻ ആയിട്ട് വരുന്നു, ഒന്ന് സ്ക്വയർ പ്ലാൻ ആയിട്ട് വരുന്നു. അതിൽ ഈ ഒക്ടഗൺ പ്ലാൻ ആയിട്ടുള്ള ടോംസിനൊക്കെ ഒരു ആർച്ച്ഡ് വാക്ക് വേസ് ഉണ്ടായിരുന്നു. ആ ടോംബിനെ ചുറ്റിയിട്ടൊരു ആർച്ച്ഡ് ആയിട്ടുള്ളൊരു വാക്ക് വേ ഉണ്ടായിരുന്നു. നേരെ മറിച്ച് സ്ക്വയർ പ്ലാനിലുള്ള ടോംസിനൊന്നും ആ വാക്ക് വേസ് ഉണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഒക്ടഗണലായിട്ടുള്ള ടോംസൊക്കെ 1 സ്റ്റോറിയുടെ ഹൈറ്റ് ആയിരുന്നു, ഒറ്റ സ്റ്റോറി ഉള്ളായിരുന്നു. നേരെ മറിച്ച് സ്ക്വയർ ടോംസൊക്കെ 2 or 3 സ്റ്റോറീസ് ഹൈറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഈ
ഒക്ടഗണൽ ടോംസ് ഒക്കെ ഭയങ്കരമായിട്ടുള്ള റൂളേഴ്സിന് മാത്രമായിരുന്നു ഒക്ടഗണൽ ടോംസ് ഉണ്ടാക്കിയിരുന്നത്. ബാക്കിയുള്ള അവിടുത്തെ നോബിൾസും പ്രീസ്റ്റും അവർക്കൊക്കെ വേണ്ടിയിട്ടായിരുന്നു സ്ക്വയർ ടോംസ് യൂസ് ചെയ്തിരുന്നത്. ഇവരുടെ ബോത്ത് ഇപ്പോൾ ഈ ഒക്ടഗണലാണെന്നുണ്ടെങ്കിലും സ്ക്വയർ ആയിട്ടുള്ള ടോംബ് ആണെന്നുണ്ടെങ്കിലും രണ്ടിനും ഡോം ഉണ്ടായിരുന്നു. ഒരു മെയിൻ ഡോം ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ എല്ലാ സൈഡിലും ഇപ്പോൾ സ്ക്വയറിലാണെന്നുണ്ടെങ്കിൽ 4 സൈഡിലും പില്ലേഴ്സ് ഉണ്ടാവും, മെയിൻ പില്ലേഴ്സ് ഉണ്ടാവും മേജറായിട്ടുള്ള. പിന്നെ ഒക്ടഗണിലാണെന്നുണ്ടെങ്കിൽ ഒക്ടഗണിൻ്റെ എല്ലാ കോർണേഴ്സിലും പില്ലേഴ്സ് ഉണ്ടാവും. ഈ സയ്യിദ് ലോധി പീരീഡിലുണ്ടായിരുന്ന മെയിനായിട്ടുള്ള ബിൽഡിങ്സ് എന്ന് പറയാൻ തന്നെ ഉള്ളത് ഈ ഒക്ടഗണൽ പ്ലാനിലുള്ള ഈ ടോംസും സ്ക്വയർ പ്ലാൻസിലുള്ള ഈ ടോംസ് വരും. 5th ക്വസ്റ്റ്യൻ വരുന്നത് ഔട്ട്ലൈൻ ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ഗ്രേറ്റ് പിരമിഡ് ഓഫ് ചിയോപ്സ് അറ്റ് ഗിസ. ഗിസയിലെ ചിയോപ്സിൻ്റെ പിരമിഡിനെ കുറിച്ചിട്ടാണ് അടുത്ത ചോദ്യം വരുന്നത്. ഗ്രേറ്റ് പിരമിഡ് ഓഫ് ചിയോപ്സ് അല്ലെങ്കിൽ ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഗിസ കോംപ്ലക്സ് സ്ഥിതി ചെയ്യുന്നത് ലോവർ ഈജിപ്തിലെ ഗിസ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. കുഫുവിൻ്റെ അഥവാ ചിയോപ്സ്, പിരമിഡ് ഓഫ് ചിയോപ്സ്, അതാണ് സൈറ്റിലെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ആയിട്ടുള്ള പിരമിഡ്. അത് കൂടാണ്ട് അവിടെ ഖാഫ്രേൻ്റെയും മെങ്കോറേൻ്റെയും പിരമിഡ് ഉണ്ട്. പിന്നെ കുറേ സാറ്റലൈറ്റ് എഡിഫിസസ് ഉണ്ട്, ക്യൂൻസിൻ്റെ പിരമിഡ്സ് ഉണ്ട്, കോസ്വേസ് ഉണ്ട്, വാലി ടെമ്പിൾസ് ലൈക്ക് മോർച്ചറി ടെമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് കൂടാണ്ട് അവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷനാണ് അവിടുത്തെ സ്ഫിങ്സ് വരുന്നത്, ഗ്രേറ്റ് സ്ഫിങ്സ് ഓഫ് ഈജിപ്ത്. 2.3 ടൺസ് വെയിറ്റ് വരുന്ന വലിയ റെഡ് ഗ്രാനൈറ്റ് ബ്ലോക്സ് വെച്ചിട്ടാണ് പിരമിഡ്സ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും പിരമിഡ്സ് കൺസ്ട്രക്ട് ചെയ്ത ടെക്നിക്സ് ഇപ്പോഴും പല മിത്തുകളായിട്ടും കിടക്കുന്ന ഒരു കാര്യമാണ് പിരമിഡ്സ് എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. 230.5 by 213.5 മീറ്ററിൻ്റെ പക്ക സ്ക്വയർഡ് ആയിട്ടുള്ള സ്ക്വയർ ബേസിലാണ് ചിയോപ്സിൻ്റെ പിരമിഡ് വരുന്നത്. കാരണം തന്നെ ഇതിൻ്റെ എല്ലാ സൈഡിലുള്ള ഫോം ചെയ്യുന്ന ട്രയാങ്കിൾസും ഇക്വലേറ്ററൽ ട്രയാങ്കിൾസ് ആണ്. ഇതിൻ്റെ 4 കോർണേഴ്സും കോമ്പസിൻ്റെ കാർഡിനൽ പോയിൻറ്റ്സിലോട്ട് ഓറിയൻ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഉണ്ടാക്കിയിരുന്ന സമയത്ത് ഇതിൻ്റെ എല്ലാ സ്റ്റോൺസും പോളിഷ്ഡ് ആയിട്ടുള്ള ലൈം സ്റ്റോൺ വെച്ചിട്ട് കേസ്ഡ് ആയിരുന്നു. ഇപ്പം അതിൻ്റെ കേസിങ്സും കാര്യങ്ങളൊന്നും ഇപ്പം കുറേയൊക്കെ പൊട്ടിപ്പോയിക്കുന്നത്. ഒരു പെർട്ടിക്കുലർ ഹൈറ്റ് കയറിയിട്ടാണ് ഇതിൻ്റെ എൻട്രൻസ് വരുന്നത്. ആ എൻട്രൻസിൽ നിന്ന് ഒരു 320 ഫീറ്റ് അടിയിലോട്ടായിട്ടാണ് ഒരു ഫാൾസ് ടോം ചേംബർ വരുന്നുണ്ട്. ആ ഫാൾസ് ടോം ചേംബർ ഈ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഒരു 90 ഫീറ്റോളം താഴെ ആയിട്ടാണ് ഈ ടോം ചേംബർ നിൽക്കുന്നത്. അതിൻ്റെ അടുത്തായിട്ട് തന്നെ എൻട്രൻസിൽ നിന്ന് അടുത്തായിട്ട് തന്നെയാണ് ഒരു തീവ്സ് ടണൽ വരുന്നത്. ഇത് പുറംനാടുകളിലുള്ള ഇതിനെ കുറിച്ച് അറിയാത്ത ആൾക്കാർ വരുമ്പോൾ അവരെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരുന്ന ഒരു ടണലും ചേംബറും ആയിട്ടാണ് ഈ ഒരു സ്പേസ് നിൽക്കുന്നത്. അവിടെ നിന്ന് കയറിയിട്ട് ഫസ്റ്റ് വരുന്നതാണ് ക്വീൻ്റെ ചേംബർ. ഇതാണ് ക്വീൻ്റെ ചേംബർ വരുന്നത്. കഴിഞ്ഞിട്ടൊരു ഗ്രാൻഡ് ഗാലറി ഉണ്ട്. വെച്ചാൽ കിങ്ങിൻ്റെ ചേംബറിലോട്ട് കണക്ട് ചെയ്യുന്ന ഗ്രാൻഡ് ഗാലറി ഉണ്ട്. ആ ഗ്രാൻഡ് ഗാലറി ഭയങ്കരമായിട്ട് ഹൈറ്റിൽ ഭയങ്കര ഇടുങ്ങിയിട്ടുള്ളൊരു സ്പേസാണ്. ഇതാണ് ആ ഗ്രാൻഡ് ഗാലറിക്കുള്ള വെച്ചാൽ കിങ്ങിൻ്റെ ചേംബറിലോട്ടുള്ള ഗ്രാൻഡ് ഗാലറി പോകുന്നത്. അതായത് നല്ലോണം ഇടുങ്ങിയിട്ട് നല്ലോണം മുകളിലോട്ട് എത്തുമ്പോൾ 1.1 മീറ്ററൊക്കെ അതിൻ്റെ വിടുത്ത് വരുന്നത്. പിന്നെ ഇതിൻ്റെ 2 സൈഡിലോട്ടായിട്ടും ഹെയർ ഷാഫ്റ്റ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ സെർവൻസും കാര്യങ്ങളൊക്കെ വന്നത് ക്ലീൻ ചെയ്യാനും ഇതിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യണം. അപ്പം അവർക്കും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് എയർ സർക്കുലേഷനും കാര്യങ്ങളൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട് എയർ ഷാഫ്റ്റും കാര്യങ്ങളൊക്കെ അന്ന് തന്നെ ഇതിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് എക്സ്പ്ലെയിൻ ദ ആർക്കിടെക്ചറൽ ഫീച്ചേഴ്സ് ഓഫ് ഗ്രീക്ക് ഡോറിക് ഓർഡർ. ആൻഷ്യൻ ഗ്രീക്ക് സിവിലൈസേഷനിലെ ഓർഡേഴ്സിലെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഓർഡറാണ് ഡോറിക് ഓർഡർ വരുന്നത്. ഡോറിക് ഓർഡറിൻ്റെ മെയിൻ പ്രത്യേകത ആയിരുന്നു ഡോറിക് ഓർഡറിന് ഒരു ബേസ് ഉണ്ടായിരുന്നില്ല. ഇത് ഡയറക്റ്റ് ഇതിൻ്റെ സ്റ്റൈലോബേറ്റ് ഇതിൻ്റെ പ്ലാറ്റ്ഫോമിലോട്ടാണ് ഇത് റെസ്റ്റ് ചെയ്തിരുന്നത്. ഇതിന് ഫ്ലൂട്ടഡ് ആയിരുന്നു, സ്മൂത്ത് ആയിട്ടുള്ള ഫിനിഷസ് ആയിരുന്നു ഇതിന് വന്നിരുന്നത്. പിന്നെ ഇതിൻ്റെ ക്യാപിറ്റൽ വന്നിരുന്നത് ഭയങ്കരമായിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു സർക്കുലർ ഫോമാണ്. പിന്നെ അതിന് ചെറിയൊരു മോൾഡിങ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊരു സ്ക്വയർ കുഷന്
താഴെയായിട്ടാണ് ഈ ഒരു സർക്കുലർ മോൾഡിങ് ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ഹൈറ്റ് ടു ഡയമീറ്റർ റേഷ്യോ വരുന്നത് 6 or 7 times ദ ഡയമീറ്ററാണ്. അതുകൊണ്ടാണ് ഈ അയോണിക് കോളം വരുന്നത് 8:1 റേഷ്യോയിലാണ്. അതുകൊണ്ടാണ് ഈ ഡോറിക് കോളം അയോണിക് കോളം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഡോറിക് കോളത്തിനൊരു എക്സ്ട്രാ തിക്നെസ് ഫീൽ ചെയ്യുന്നത് ഈ ഒരു റേഷ്യോ കാരണമാണ്. പിന്നെ ഇതിൻ്റെ ഡിസൈൻ ഡോറിക് കോളത്തിൻ്റെ ഡിസൈനിനെ മാസ്കുലിൻ പ്രൊപ്പോർഷൻസ് എന്ന് പറഞ്ഞിട്ടാണ് ഈ വിട്രൂവിയസ് പറഞ്ഞിരുന്നത്. നേരെ മറിച്ച് അയോണിക് കോളത്തിന് ഫെമിനൈൻ ആയിട്ടുള്ള പ്രൊപ്പോർഷൻ ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്തിരുന്നത്. 7th ക്വസ്റ്റ്യൻ വരുന്നത് എക്സ്പ്ലെയിൻ ദ ഡിസൈൻ ഫീച്ചേഴ്സ് ഓഫ് വെസ്റ്റ്മിൻസ്റ്റർ അബ്ബേ. വെസ്റ്റ്മിൻസ്റ്റർ അബ്ബേൻ്റെ ഡിസൈൻ ഫീച്ചേഴ്സാണ് അടുത്ത ക്വസ്റ്റ്യന് ചോദിക്കണം. വെസ്റ്റ്മിൻസ്റ്റർ അബ്ബേ എന്ന് പറഞ്ഞാൽ ലണ്ടനിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ബ്രിട്ടീഷ് ഗോത്തിക് സ്റ്റൈലിലുള്ള ഒരു ചേർച്ചാണ് വെസ്റ്റ്മിൻസ്റ്റർ അബ്ബേ. ബോത്ത് ഗോത്തിക് സ്റ്റൈലും പിന്നെ അവിടുത്തെ ഏർലി മിഡീവിയൽ പീരീഡിലെ സ്റ്റൈലും കൂടി തമ്മിലുള്ള ഒരു ഫ്യൂഷനാണ് ഈ വെസ്റ്റ്മിൻസ്റ്റർ അബ്ബേ വരുന്നത്. ഇത് കുറേ ലെയേഴ്സ് ഓഫ് കൺസ്ട്രക്ഷന് കഴിഞ്ഞിട്ടാണ് ഇപ്പം നമ്മൾ കാണുന്ന ആ ഒരു സ്റ്റേജിലോട്ട് എത്തിയിട്ടുള്ളത്. ഇത് പലരും ഏറ്റെടുത്ത് ചെയ്ത് പിന്നെ പകുതി വഴിയിലിട്ട് പിന്നെ എന്തെങ്കിലും ഇത് വന്നിട്ട് പൊളിഞ്ഞു പിന്നെയും പകുതി വഴിയിലിട്ട് അങ്ങനെ ചെയ്ത് വന്നിട്ടാണ് ഇപ്പം നമ്മൾ കാണുന്ന വെസ്റ്റ്മിൻസ്റ്റർ അബ്ബേയിലായിട്ട് എത്തിയിട്ടുള്ളത്. ഇത് അവിടുത്തെ ആൾക്കാർ മെയിൻ ഡെയിലി വേർഷിപ്പിനും പിന്നെ അവിടുത്തെ കിങ്ങിനും റോയൽ മാരേജസും റോയൽ ഒക്കേഷൻസും കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലണ്ടനിലെ മെയിൻ ചേർച്ചാണ് വെസ്റ്റ്മിൻസ്റ്റർ അബ്ബേ. ഇതിൽ മിഡീവിയൽ പീരീഡിലുള്ള റൗണ്ട് ആർച്ചസും മാസീവ് കോളംസും കാര്യങ്ങളൊക്കെ കാണാം. അതോടൊപ്പം തന്നെ ഗോത്തിക് സ്റ്റൈലിലുള്ള പോയിൻറ്റഡ് ആർച്ചസ്, റിബ്ഡ് വോൾട്ടിങ്, റോസ് വിൻഡോസ്, ഫ്ലൈയിങ് ബട്ടേഴ്സ് ഒക്കെ കാണാം. ഇതാണ് വെസ്റ്റ്മിൻസ്റ്റർ അബ്ബേൻ്റെ പ്ലാൻ വരുന്നത്. നമുക്ക് കാണാം ക്രൂസിഫോം പ്ലാനിലാണ് ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഭയങ്കരമായിട്ട് സിമ്മട്രിയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ആർക്കിടെക്റ്റ് ഇതിൽ. പിന്നെ പ്രൊപ്പോർഷൻസും ഭയങ്കരമായിട്ടുള്ള ഡെക്കറേഷൻ വർക്ക്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ചേപ്പലിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് കാണാൻ പറ്റും. പ്ലാനിങ്ങിൽ തന്നെ ജോമെട്രിക്കൽ പ്രൊപ്പോർഷൻസ് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടാണ് ഈ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. എക്സ്റ്റീരിയറിൽ കൊടുത്തിട്ടുള്ള ഫ്ലൈയിങ് ബട്ടർസസ് കാരണം ഇതിനൊരു 101 feet ഹൈറ്റോളം ഇതിൻ്റെ റൂഫിനെ എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. ചെയ്പ്പലിൽ വരുന്ന ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സ്പേസാണ് ഫാൻ വോൾട്ടഡ് ആയിട്ടുള്ള റൂഫ്. ഇതാണ് ആ ഫാൻ വോൾട്ടഡ് ആയിട്ടുള്ള റൂഫ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ഫ്രഞ്ച് ഗോത്തിക് ആർക്കിടെക്ചർ. ഗോത്തിക് ആർക്കിടെക്ചറിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഫ്രാൻസിൽ 12th century പകുതിക്കായിട്ടാണ് ഗോത്തിക് ആർക്കിടെക്ചറൽ മൂവ്മെൻറ്റ് തുടങ്ങുന്നത്. ഗോത്തിക് ആർക്കിടെക്ചർ ഹൈറ്റ്, ലൈറ്റ്, വോളിയം, സൈസ് പിന്നെ എക്സാഗ്രേറ്റ് ആയിട്ടുള്ള ആർച്ചസും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് ഭയങ്കര വാല്യൂ കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഗോത്തിക് ആർക്കിടെക്ചറിലുള്ള മെയിൻ എലമെൻസും കാര്യങ്ങളും ഒക്കെ ഈ പറഞ്ഞ ഹൈറ്റ്, ലൈറ്റ്, സൈസും കാര്യങ്ങളൊക്കെ വിൻഡോസിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ട്രക്ചറൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു കൊടുത്തിട്ടുണ്ട്. അതിലുണ്ടായിരുന്ന മെയിൻ 3 ഫീച്ചേഴ്സ് ആയിരുന്നു പോയിൻറ്റഡ് ആർച്ച്, റിബ്ഡ് വോൾട്ട് ആൻഡ് ഫ്ലൈയിങ് ബട്രസസ്. ഇതാണ് പോയിൻറ്റഡ് ആർച്ചസ് വരുന്നത്. പോയിൻറ്റഡ് ആർച്ചസ് മെയിനായിട്ട് യൂസ് ചെയ്തിരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ പോയിൻറ്റഡ് ആർച്ചസ് കൂടുതലും വെർട്ടിക്കൽ ലോഡാണ് കണക്ട് ചെയ്യുക. അപ്പോൾ വാൾസിൻ്റെ തിക്നെസ് കുറക്കാൻ പറ്റും, റൂഫിൻ്റെ ഹൈറ്റ് കൂട്ടാൻ പറ്റും. അതേമാതിരി തന്നെ ആയിരുന്നു ഫ്ലൈയിങ് ബട്രസസ്. ഫ്ലൈയിങ് ബട്രസസ് കൊടുക്കുന്നത് കാരണം ഇവർക്ക് റൂഫ് ഹൈറ്റ് കൂട്ടാൻ പറ്റും, കൂടുതൽ വിൻഡോ ഓപ്പണിങ്സും കാര്യങ്ങളും ക്ലിയർ സ്റ്റോറി വിൻഡോസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ കൊടുത്തിരുന്നതാണ് റിബ്ഡ് ആയിട്ടുള്ള വോൾട്ടും കാര്യങ്ങളും. റിബ്ഡ് വോൾട്ട് ആകുമ്പോൾ പല ഡയറക്ഷനിൽ നിന്നുള്ള ലോഡിനെയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റിബ്ഡ് വോൾട്ടുകൾ ഹെൽപ്പ് ചെയ്തിരുന്നു. ക്ലിയർ സ്റ്റോറി വിൻഡോസും ട്രേസറി വിൻഡോസും സ്റ്റെയിൻഡ് ഗ്ലാസും ഇതിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നതാണ് ഗോത്തിക് ആർക്കിടെക്ചർ. ലൈറ്റ്, ഉള്ളിലോട്ട് വരുന്നത് ലൈറ്റ്, ബൗണ്ടറി ഫീൽ ചെയ്യാത്ത രീതിയിലുള്ള റൂഫ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് കൂടുതൽ ഓപ്പണിങ്സ് ഇവർ പ്രൊവൈഡ് ചെയ്തിരുന്നു. അതും പോയിൻറ്റഡ് ആയിട്ടുള്ള ആർച്ചസിൻ്റെ ഉള്ളിലുള്ള റോസ് വിൻഡോസ്, അതിൻ്റെ ഉള്ളിലുള്ള
ക്രിസ്ത്യൻ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ സ്റ്റെയിൻഡ് ഗ്ലാസ്സിൽ ഇതാക്കിയിട്ടുള്ള സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിരുന്നു. പിന്നെ ഫ്രഞ്ച് ഗോത്തിക്കിലെ ചർച്ചസും കത്തീഡ്രൽസും ഒക്കെ ക്രൂസിഫോം പ്ലാനിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് ക്രിസ്ത്യൻ ക്രോസിനെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ക്രൂസിഫോം പ്ലാനിലായിരുന്നു ചർച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് എക്സ്പ്ലെയിൻ ദ എവല്യൂഷൻ ഓഫ് കേരള ടെമ്പിൾസ്. കേരള ടെമ്പിൾസിൻ്റെ എവല്യൂഷനെ കുറിച്ചിട്ടാണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കണം. മച്ച് വെറൈറ്റീസ് ഓഫ് ടെമ്പിൾസ് ഉള്ള ഒരു സ്ഥലമാണ് കേരളം. കേരളത്തിൽ ഇന്ത്യയിലെ ബാക്കിയുള്ള റീജിയൻസിനെ അപേക്ഷിച്ച് കേരളത്തിലെ സ്റ്റൈൽ ഓഫ് ടെമ്പിൾ ആർക്കിടെക്ചറേ വ്യത്യാസമാണ്. മെയിനായിട്ട് 2 കൺസ്ട്രക്ഷൻ തീസിസ് വെച്ചിട്ടാണ് കേരളത്തിലുള്ള ടെമ്പിൾസും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഒന്ന് തന്ത്ര സമുച്ചയം, ഒന്ന് ശില്പരത്നം. ഈ തന്ത്ര സമുച്ചയം എന്ന് പറയുമ്പോൾ ഈ എനർജി ഫ്ലോസ് റെഗുലേറ്റ് ചെയ്യുന്ന അതിനെ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് കാര്യങ്ങളെന്ന് വെച്ചാൽ പോസിറ്റീവ് എനർജീനെ ഉള്ളിലോട്ട് എടുക്കണം, നെഗറ്റീവ് എനർജീനെ അതിൽ നിന്ന് സ്ട്രക്ചറിൽ നിന്ന് മാറ്റി നിർത്തുന്നതായിട്ടുള്ള രീതിക്കുള്ള കൺസ്ട്രക്ഷൻ ടൈപ്പും. പിന്നെ വന്നിരുന്നത് ശില്പരത്നം എന്ന് പറയുമ്പോൾ ഈ സ്റ്റോൺ ആൻഡ് ടിമ്പർ ആർക്കിടെക്ചറിനെ വെച്ചാൽ അതിനെ ഉൾക്കൊള്ളിച്ചും കൊണ്ടുള്ള രീതിയിലുള്ള കൺസ്ട്രക്ഷൻ ഇത് വരുന്നത് 2 തരത്തിലുള്ളതായിട്ട് വന്നിരുന്നു. പിന്നെ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് ലൈക്ക് സ്റ്റൈലിസ്റ്റിക് ഡെവലപ്മെൻറ്റ് വെച്ച് നോക്കുമ്പം കേരള ടെമ്പിൾസിൻ്റെ എവല്യൂഷൻ 3 ഫേസസ് ആയിട്ടാണ് വരുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് ഫേസിൽ വരുന്നതാണ് റോക്കറ്റ് ടെമ്പിൾസ്. നമ്മളെ ബുദ്ധിസ്റ്റിൽ ഉണ്ടായിരുന്ന കേർവ് ടെമ്പിൾസൊക്കെ മാറ്റി കേരളത്തിൻ്റെ സദേൺ പാർട്ടിൽ മെയിനായിട്ട് കണ്ടുവന്നിരുന്നതാണ് ഈ റോക്കറ്റ് ടെമ്പിൾസ്. പിന്നെ നെക്സ്റ്റ് ഫേസ് വന്നതാണ് സ്ട്രക്ചറൽ ഫേസ്. എന്ന് വെച്ചാൽ ഓരോരോ ഷ്രൈനും പല പല മണ്ഡപാസും മന്ദിരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിങ്ങനെ സ്പ്ലിറ്റായിട്ടായി കേരളത്തിലെ ടെമ്പിൾ ആർക്കിടെക്ചർ. അങ്ങനെയാണ് അതിൻ്റെ സെക്കൻഡ് ഫേസ് വരുന്നത്. പിന്നെ ലാസ്റ്റ് ഫേസിലോട്ട് എത്തിയപ്പം ഇതിൻ്റെ കോംപ്ലക്സിറ്റി കൂടി. വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള ഡീറ്റെയിൽസും ഡെക്കറേഷൻസും കാര്യങ്ങളും ഹൈറ്റും ഗോപുരംസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ലാസ്റ്റ് ഫേസിൽ ഈ കേരള ടെമ്പിൾ ആർക്കിടെക്ചർ ഇവോൾവ് ചെയ്തു വന്നു. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഐഡൻറ്റിഫൈ ദ ഡിസൈൻ ഫീച്ചേഴ്സ് ഓഫ് പാണ്ഡ്യൻ ഗോപുരംസ്. പാണ്ഡ്യൻ ഗോപുരംസിൻ്റെ ഡിസൈൻ ഫീച്ചേഴ്സാണ് ചോദിക്കുന്നത്. ഗോപുരംസ് എന്ന് പറഞ്ഞാൽ ഹിന്ദു ടെമ്പിൾ ആർക്കിടെക്ചറിൽ ഒരു യുണീക്ക് ഫീച്ചറായിരുന്നു ഗോപുരംസ്. ഇത് പാണ്ഡ്യൻ പീരീഡിലാണ് ഇത് മെയിനായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഇന്ത്യൻ്റെ സദേൺ പാർട്ട് മെയിൻലി ആയിട്ട് തമിഴ്നാടിൻ്റെ റീജിയൻസിലാണ് ഈ ഗോപുരംസ് കണ്ടുവരുന്നത്. ഗോപുരംസ് എന്ന് പറഞ്ഞാൽ ടവേഴ്സാണ്. വെച്ചാൽ നമ്മളെ ഈ എൻട്രൻസിൽ വെച്ചാൽ ടെമ്പിളിനുണ്ടാവുന്ന എക്സ്റ്റീരിയർ വാൾ വെച്ചാൽ ബൗണ്ടറി വാൾസിൽ എൻട്രൻസിൽ വരുന്ന ടവേഴ്സാണ് ഈ ഗോപുരംസ് എന്ന് പറയുന്നത്. ആ കോംപ്ലക്സിൻ്റെ ഉള്ളിലോട്ട് കയറുന്ന എൻട്രൻസ്. അപ്പോൾ എന്താ വെച്ചാൽ ചെറിയ ചെറിയ ടെമ്പിൾസിന് ഒരു ഗോപുരവും വലിയ വലിയ ടെമ്പിൾസ് ആകുമ്പോൾ ഒന്ന് കൂടുതലായിട്ടാണ് ഗോപുരംസ് ഉണ്ടായത്. പിന്നെ ഈ ടെമ്പിൾസ് വലുതാവുന്നതിനനുസരിച്ചിട്ട് എന്തായി ഇതിൻ്റെ എൻക്ലോഷർ വാൾസ് പിന്നെ അങ്ങനെ കൂടാൻ തുടങ്ങി. അങ്ങനെ അത് കൂടുന്നതിനനുസരിച്ചിട്ട് പുറത്ത് എൻക്ലോഷർ വാൾസ് കൂടുന്നതിനനുസരിച്ചിട്ട് ഗോപുരംസിൻ്റെ എണ്ണം കൂടാൻ തുടങ്ങി. പക്ഷെ അങ്ങനെ പുതിയ പുതിയ ഗോപുരംസ് കൊടുക്കുമ്പോൾ അതിന് മെയിനായിട്ടൊരു റൂൾ ഉണ്ടായിരുന്നു. പുറത്തുള്ള ഗോപുരംസ് എപ്പോഴും ഉള്ളിലത്തെ ഗോപുരത്തിനേക്കാളും വലുതാവും. ഈ ഗോപുരത്തിന് റെക്ടാങ്കുലർ പ്ലാനാണ് ബേസിലുണ്ടായിരുന്നത്. അത് അവിടുന്ന് ഇങ്ങനെ വെർട്ടിക്കലി ആണ് ഇത് റൈസ് ചെയ്തിട്ട് പോവുക. ആ ഒരു റെക്ടാങ്കുലർ പ്ലാന് വെർട്ടിക്കലി മുകളിലോട്ട് അതിങ്ങനെ കുറഞ്ഞ് വരുന്നതിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ഡിസൈൻ ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ഫ്ലൈയിങ് ബട്രസസ് ഇൻ ഗോതിക് ആർക്കിടെക്ചർ. ഗോതിക് ആർക്കിടെക്ചറിൽ ഫ്ലൈയിങ് ബട്രസസിൻ്റെ യൂസ് എന്തായിരുന്നു എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. ഗോതിക് ആർക്കിടെക്ചറിൽ ഭയങ്കര ഇതായിട്ട് വോളിയത്തിനും ഹൈറ്റിനും ലാർജ് ഓപ്പൺ വിൻഡോസിനും കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ആൾക്കാരാണ് ഗോതിക്. ഇവർക്ക് വലിയ വലിയ കത്തീഡ്രൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നൊരു മേജർ സൊല്യൂഷനാണ് ഫ്ലൈയിങ് ബട്രസസ്. ഫ്ലൈയിങ് ബട്രസസ് കാരണം ഇവർക്ക് എന്താ വെച്ചാൽ വാളിലോട്ട് വരുന്ന വെയിറ്റും കാര്യങ്ങളൊക്കെ കുറച്ചിട്ട് ഈ ഫ്ലൈയിങ് ബട്രസസ് ആവും ഇതിനൊരു അഡീഷണൽ സപ്പോർട്ടായിട്ട് നിൽക്കും. അപ്പോൾ വലിയ വലിയ ഓപ്പണിങ്സും വലിയ വലിയ വിൻഡോസും കാര്യങ്ങളൊക്കെ ഇവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ഇൻറ്റീരിയർ സ്പേസിലുള്ള എസ്തെറ്റിക്കും എക്സ്റ്റീരിയർ സ്പേസിലുള്ള എസ്തെറ്റിക്കും ഒരേമാതിരി കൂട്ടാൻ പറ്റും. ഫ്ലൈയിങ് ബട്രസസ് ശരിക്കും ഒരു സ്ട്രക്ചറൽ പർപ്പസിനുള്ള
എലമെൻ്റ് ആയിട്ടാണ് കണക്കാക്കുന്നതെന്നുണ്ടെങ്കിലും ഗോത്തിക്കയിൽ അതിനൊരു എസ്തെറ്റിക് ആയിട്ടുള്ളൊരു സംഭവമാക്കിയിട്ട് ചേഞ്ച് ചെയ്തു. ഈ ഫ്ലൈയിങ് ബട്രസസ് കൂടുതൽ ഓപ്പൺ സ്പേസസും ലൈറ്റും കത്തീഡ്രൽസിന് കൊടുത്തു. പിന്നെ അതോടൊപ്പം തന്നെ കത്തീഡ്രലിൻ്റെ സ്റ്റെബിലിറ്റിയും സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റിയും കാര്യങ്ങളും കൂട്ടി. പിന്നെ ക്ലിയർ സ്റ്റോറി വിൻഡോസിൻ്റെ എണ്ണം കൂട്ടാൻ പറ്റി, വലിയ വലിയ ഹൈറ്റിൽ ഇതാക്കാൻ പറ്റി. ബൗണ്ടറിലെസ് ആയിട്ട് ലൈക്ക് ബോർഡർലെസ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് റൂഫിലോട്ട് നോക്കി കഴിഞ്ഞാൽ ബൗണ്ടറി ഇല്ലാത്ത മാതിരി ഫീൽ ചെയ്യുന്നു. എക്സ്റ്റീരിയർ സ്പേസിനും ഇൻറ്റീരിയർ സ്പേസിനും സെയിം ഡൈനാമിക് ആയിട്ടുള്ള ഫീല് കിട്ടുമായിരുന്നു. ലൈക്ക് ഓപ്പൺ ആയിട്ടുള്ള ഫീല് ഒരേമാതിരി കിട്ടുമായിരുന്നത് ഈ ഫ്ലൈയിങ് ബട്രസസ് കാരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് എക്സ്പ്ലെയിൻ ദ ആർക്കിടെക്ചറൽ ഫീച്ചേഴ്സ് ഓഫ് ടിപ്പിക്കൽ കത്തീഡ്രൽ ഇൻ ഫ്രാൻസ് യൂസിങ് സ്കെച്ചസ്. ഫ്രാൻസിലെ കത്തീഡ്രൽസിൻ്റെ ആർക്കിടെക്ചറൽ ഫീച്ചേഴ്സാണ് അടുത്ത ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഫ്രഞ്ചിലെ കത്തീഡ്രൽസൊക്കെ മേജർ കത്തീഡ്രൽസും മെയിനായിട്ടുള്ള കത്തീഡ്രൽസൊക്കെ ഗോത്തിക് സ്റ്റൈലിലാണ് ഉണ്ടായിരുന്നത്. 1140 ലൈക്ക് 12th സെഞ്ച്വറിൻ്റെ മിഡിലായിട്ടാണ് ഫ്രാൻസിൽ ഗോത്തിക് സ്റ്റൈല് ഇവോൾവ് ചെയ്യുന്നത്. അതിൽ മെയിനായിട്ട് നോട്ടബിൾ ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ് നോട്ടർഡാം കത്തീഡ്രൽ, റെയിംസ് കത്തീഡ്രൽ, ചാർട്ട്സ് കത്തീഡ്രൽ, ആംബിയൻസ് കത്തീഡ്രൽ. കത്തീഡ്രൽസിൻ്റെ ഒക്കെ മെയിൻ ക്യാരക്ടറിസ്റ്റിക് എലമെൻറ്റ്സ് ആയിരുന്നു അതിൻ്റെ വെർട്ടിക്കാലിറ്റി, അതിൻ്റെ ഹൈറ്റ്. ഈ ഹൈറ്റും കാര്യങ്ങളും വെർട്ടിക്കാലിറ്റി ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നതായിരുന്നു പോയിൻറ്റഡ് ആർച്ചസും റിബ്ഡ് വോൾസൊക്കെ. പിന്നെ ഉണ്ടായിരുന്നു ഫ്ലൈയിങ് ബട്രസസ് ആയിരുന്നു ഗോത്തിക് ആർക്കിടെക്ചറിലെ ഒരു മേജർ ഫീച്ചർ ആയിരുന്നു ഫ്ലൈയിങ് ബട്രസസ്. ഇതിൻ്റെ വെർട്ടിക്കാലിറ്റി കൂട്ടാനും ഇതിൻ്റെ ഹൈറ്റ് കൂട്ടാനും ക്ലിയർ സ്റ്റോറി വിൻഡോസ് ആഡ് ചെയ്യാനും കൂടുതൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ചർച്ചസിൻ്റെ ഉള്ളിലോട്ട് യൂസ് ചെയ്യാനും തക്ക പറ്റുന്ന രീതിക്കുള്ള ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ട്രക്ചറൽ ഫീച്ചറായിരുന്നു ഈ ഫ്ലൈയിങ് ബട്രസസും പോയിൻറ്റഡ് ആർച്ചസും റിബ്ഡ് വോൾസും കാര്യങ്ങളൊക്കെ. പിന്നെ ക്രൂസിഫോം ഷേപ്പിലുള്ള പ്ലാൻസ് ആയിരുന്നു കത്തീഡ്രൽസിന് ഉണ്ടായിരുന്നത്. അതൊരു എന്താ പറയുക ക്രിസ്ത്യൻ ക്രോസിനെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ക്രൂസിഫോം പ്ലാൻ ആയിരുന്നു ഇതിലുണ്ടായിരുന്നത്. ഇതിൻ്റെ അൾത്താര വന്നിരുന്നത് ലൈക്ക് ഒരു സെമി സർക്കിൾ ലൈക്ക് ഒരു ആർച്ച്ഡ് ഷേപ്പിലായിരുന്നു ഫ്രഞ്ചിലുള്ള കത്തീഡ്രൽസിൻ്റെ അൾത്താര വന്നിരുന്നത്. ഭയങ്കരമായിട്ട് ഇലാബറേറ്റീവ് വർക്ക്സും കാര്യങ്ങളും റിബ്ഡ് വോൾസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് റൂഫിൽ ഭയങ്കരമായിട്ടുള്ള ഡെക്കറേഷൻസും കാര്യങ്ങളും പിന്നെ എന്താ പറയുക ക്ലിയർ സ്റ്റോറി വിൻഡോസിലും ട്രേസറി വർക്ക്സിലൊക്കെ ഇതായിട്ട് സ്റ്റെയിൻഡ് ഗ്ലാസ് വെച്ചിട്ടുള്ള ക്രിസ്ത്യൻ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഡെപ്പിക്റ്റ് ചെയ്ത് വെച്ചിരുന്നു. പിന്നെ നല്ലോണം ഡെക്കറേറ്റീവ് എലമെൻറ്റ്സും കാര്യങ്ങളും ഡെക്കറേറ്റീവ് വർക്ക്സും ട്രേസറി വർക്ക്സും സ്റ്റെയിൻഡ് ഗ്ലാസ്സിൽ ഈ ക്രിസ്ത്യൻ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഡെപ്പിക്റ്റ് ചെയ്ത് വെച്ചിരുന്നത് ഫുൾ ഇൻറ്റീരിയറിൽ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഹിസ്റ്ററി ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യുമ്പോൾ എപ്പോഴും കൂടുതൽ സ്കെച്ചസ് വരച്ചിട്ട് സ്കെച്ചസ് ലേബിൾ ചെയ്തിട്ടും ആൻസേഴ്സ് പ്രൊവൈഡ് ചെയ്യുക. അതിനനുസരിച്ചിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമാവും. റൈറ്റിങ്സിനേക്കാളും ഇമ്പോർട്ടൻസ് സ്കെച്ചസിന് കൊടുക്കുക, വരച്ചിട്ട് കാണിക്കുക ഏത് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിലും. താങ്ക് യു.